ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അണ്ടർ ദി സ്കൈ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, എന്നാലും ഇതുകൊണ്ട് ഉണ്ടാക്കുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. അതായത് നമ്മൾ ചെറുപയർ പരിപ്പ് കൊണ്ടാണ് ഞാൻ ഇന്നൊരു വിഭവം ഉണ്ടാക്കുന്നത്. അപ്പം നമുക്കിന്ന് നോക്കാം. ആദ്യം തന്നെ കുക്കറിൽ ചെറുപയർ ആവശ്യത്തിന് കുറച്ച് ഒരു 50 ഗ്രാം ഇട്ടാൽ മതിയാവും. ചെറുപയറിട്ട് നന്നായി വിസിലടിക്കണം. വിസിലടിച്ച് ഒരു നാല് പ്രാവശ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വിസിലടിക്കുക. അതിനുശേഷം സാമ്പാർ ഉണ്ടാക്കാനാണ് അതിനെല്ലാം അത്യാവശ്യ പച്ചക്കറികളെല്ലാം അരിഞ്ഞ് വെച്ച് അതിലോട്ട് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഞാൻ ആദ്യം പരിപ്പിടുമ്പോൾ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം എന്നിട്ട് അത് വിസിലടിക്കുന്ന ആ സമയത്ത് തന്നെ നമുക്ക് വറുത്തരച്ച സാമ്പാറാണ് വെക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പാൻ ചൂടാക്കി അതിലോട്ട് ഉലുവ 1/2 സ്പൂണ്, ജീരകം 1/2 സ്പൂണ്, ഞാൻ ഒരു കൈക്കണക്കിന് എടുക്കുന്നത്. അപ്പം നിങ്ങൾ അതിനനുസരിച്ചിട്ട് എടുക്കുക. തേങ്ങ ചിരകിയതും, വെളുത്തുള്ളിയും വേണം, വെല്ലുള്ളിയും വേണം, അതുപോലെ തന്നെ കറിവേപ്പിലയും, ഇതെല്ലാം കൂടി ഇട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കുക. വറുക്കുക വെച്ചാൽ നമ്മൾ ആ ഒരു ഗോൾഡൻ കളർ വരില്ലേ, ആ ഒരു നല്ല വറുത്ത തേങ്ങയുടെ ആ ഒരു സ്മെല്ല് വരുന്ന സമയം വരെ അത് നന്നായി ഇളക്കി വറുത്തുകൊണ്ടിരിക്കണം. ഇത് ചിലവർക്ക് ഡൗട്ട് ഉണ്ടാവുമെന്ന് വെച്ചാൽ സാധാരണ പരിപ്പ് കൊണ്ട് മാത്രമേ സാമ്പാർ ഉണ്ടാക്കുമെന്ന്. ഇത് നമ്മൾ ചെറുപയർ പരിപ്പ് കൊണ്ട് ഉണ്ടാക്കാം. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് നന്നായി വിസിലടിക്കണം. വിസിലടിച്ച് നന്നായി വെന്ത് കിട്ടണം എന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെ തേങ്ങ വറുത്തതിലേക്ക് നമുക്ക് ഞാൻ മുളക് പൊടി 1/2 സ്പൂണേ ഇടുന്നില്ല, ആവശ്യത്തിന് ഇട്ടോളൂ, എരിവിനനുസരിച്ചിട്ട്. മല്ലിപ്പൊടി 1.5 ടേബിൾ സ്പൂണാണ് ഇട്ടിട്ടുള്ളത്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് അതിലോട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടു. നുള്ളെന്ന് പറയുമ്പോൾ അത്രയേ വേണ്ടൂ, ഒരു 1/2 സ്പൂണും വേണ്ട, 1/4 ടീസ്പൂണും മതിയാവും. എന്നിട്ട് അത് തണിയാൻ വെക്കുക. ആ തണിയാൻ വെക്കുന്ന സമയത്ത് നമുക്ക് പുളി, ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി നല്ലോണം വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം അലിയിക്കുക, ഉടച്ച് കൊടുത്തിട്ട് ഈ സമയത്ത് വേണം നമ്മൾ ഒരു വിസിൽ മാത്രമേ ഇതിനാവശ്യമുള്ളൂ. കഷ്ണത്തിന് ഒരു വിസിൽ മാത്രമേ ഉള്ളൂ. അതിന് ശേഷം നമ്മൾ പുളിവെള്ളവും അതുപോലെ വെണ്ടയ്ക്കയും തക്കാളിയും ഇട്ട് കൊടുക്കുക. ഇത് വിസിലടിക്കാൻ വെക്കേണ്ട ആവശ്യമില്ല, നമ്മൾ തുറന്നു വെച്ചിട്ടുണ്ട് അത് വേവിക്കുക. ആ സമയത്ത് തന്നെ നമുക്ക് തേങ്ങ തണുത്ത് വന്നിട്ടുണ്ടാവും. ഈ ഒരു റുട്ടീൻ തന്നെ ആക്കിയാൽ മതി. അപ്പം നമുക്ക് ആ ഒരു റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് കറക്റ്റായിട്ട് തന്നെ സാമ്പാർ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ ആദ്യം തന്നെ നല്ല കളറ് കിട്ടാൻ സാമ്പാറിന് ശ്രദ്ധിക്കേണ്ട കാര്യം, തേങ്ങ വറുത്ത ശേഷം തണിയാൻ വെച്ചിട്ട് വേണം അത് അരക്കാൻ. വെള്ളം ചേർക്കാതെ, ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെ ആദ്യം അരച്ചെടുക്കുക. അരച്ചിത് നല്ല അരഞ്ഞ് കിട്ടുന്നുണ്ടെങ്കിൽ വെള്ളം തീരെ ചേർക്കേണ്ട ആവശ്യമില്ല, നല്ല കളറ് കിട്ടും. അരവ് കുറച്ച് കുറവാണെങ്കിൽ, അരയുന്നത് കുറച്ച് കുറവാണെങ്കിൽ അതിലോട്ട് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങ വെച്ചിട്ടുള്ള പാത്രമില്ലേ, അതിൽ കുറച്ച് വെള്ളമാക്കി അതിലോട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം അരച്ചെടുക്കുക. അപ്പോൾ നല്ല പേസ്റ്റ് പരുവത്തിൽ തന്നെ അരഞ്ഞു കിട്ടും. അത് നമുക്ക് ഇപ്പം തന്നെ ആ സമയത്ത് തന്നെ കുക്കറിൽ ഇട്ടിട്ടില്ലേ, വെണ്ടയ്ക്കയും തക്കാളിയും നല്ലവണ്ണം തിളച്ച് നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ടാവും. ആ സമയത്ത് തന്നെ നമ്മളിത് അരപ്പ് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ക്യാമറ ഞാൻ കയ്യിൽ തന്നെ പിടിക്കുന്നത് കൊണ്ട് എനിക്കെല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ അരപ്പെല്ലാം മിക്സ് ചെയ്ത ശേഷമാണ് നിങ്ങൾ കാണിച്ചു തരുന്നത്. ഇതുപോലെ എല്ലാം ചേർത്ത ശേഷം ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നു, കല്ലുപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. മാക്സിമം നിങ്ങൾ കല്ലുപ്പ് തന്നെ കറികളിലിടാൻ നോക്കുക. അപ്പം കല്ലുപ്പ് തന്നെയാണ് ഞാൻ ആദ്യം മുതലേ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം എന്നിട്ട് നമുക്കതിൽ വറവിട്ട് കൊടുക്കാം. വറവിടുമ്പോൾ ആദ്യം ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചൂടായ ശേഷം അതിലോട്ട് കടുക് ഇട്ട് കൊടുക്കുക, കറിവേപ്പില ഇട്ട് കൊടുക്കുക, വറ്റൽമുളക് ഇട്ട് കൊടുക്കുക, പിന്നെ ഉലുവ ഇട്ട് കൊടുക്കണം. അതിൻ്റെ വീഡിയോ കിട്ടിയിട്ടുണ്ടായിട്ടില്ല. അപ്പം ഉലുവയും കൂടി ഇട്ടെടുത്താൽ അതിൻ്റെ ആ ഒരു ഫ്ലേവർ വരും. ഉലുവയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് വറവിട്ട് കഴിഞ്ഞാൽ സാമ്പാർ റെഡിയായി. പല രീതിയിൽ പല വീടുകളിലും സാമ്പാറിൻ്റെ ടേസ്റ്റ് പല രീതിയിലായിരിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും വീഡിയോ